എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ പെട്ടെന്ന് പഠിക്കാം, കൂടുതൽ കാര്യം കുറച്ച് സമയം, അതിവേഗം ബഹുദൂരം. അതാണ് നമ്മുടെ ഇന്നത്തെ കോൺസെപ്റ്റ്. ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നത് JEE, നീറ്റ്, ഗേറ്റ് തുടങ്ങിയ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമല്ല, കോളേജ് എക്സാമിനേഷൻസ് പഠിക്കുന്നവർക്കും കൂടിയാണ്. ഈ രണ്ട് എക്സാംസ് തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ കോളേജ് എക്സാംസിന് നമ്മൾ പഠിക്കൂല. പരീക്ഷയുടെ തലേ ദിവസവും അതിന് മുമ്പത്തെ ദിവസവും മാത്രമേ നമ്മൾ ബുക്ക് എടുക്കൂ. പക്ഷെ JEE, നീറ്റൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിന്യൂസ്ലി പഠിക്കുന്നവരായിരിക്കണം, എങ്കിലേ കിട്ടും. അപ്പൊ ഈ രണ്ട് കൂട്ടർക്കും ഉപയോഗമാകുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പറയാൻ ഞാൻ ആരടാ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എൻ്റെ ക്ലാസ്സിൽ 1ാം സ്ഥാനം എനിക്കായിരുന്നു. +1 +2ലേക്ക് വന്നപ്പോൾ ഞാൻ കോച്ചിങ്ങിലേക്ക്, അതായത് JEE എക്സാമിന് വേണ്ടി പഠിക്കുന്നതിലേക്ക് കുറച്ച് തിരിഞ്ഞതുകൊണ്ട് സ്കൂളിൽ ഞാൻ അധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. കോച്ചിങ് എക്സാംസിലും ഞാൻ ഒരു ടോപ്പ് 5 എപ്പോഴും ഉണ്ടായിരുന്നു. കോച്ചിങ് എക്സാമുകളെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ പഠിച്ച കോച്ചിങ് സെന്ററിൽ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ 2 ആഴ്ച തോറും അവർ ടെസ്റ്റുകൾ നടത്തും. അതുവരെ പഠിപ്പിച്ച ടോപ്പിക്സ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം, JEE മെയിൻ്റെ അതേ പാറ്റേണിൽ അവർ നടത്തും. ഞാൻ ഈ എക്സാം എഴുതാനായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട്, ഒരു എന്തോ പോലത്തെ ഒരു സൗണ്ട്, ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു സൗണ്ട്. ഞാനിങ്ങനെ ചുറ്റും നോക്കി, എന്തെങ്കിലും വല്ല ജീവി എങ്ങാനും ചുറ്റും പറക്കുന്നതാണോ എഴയുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ആൻസർ എഴുതാൻ തുടങ്ങി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുറയുന്ന സൗണ്ട്, എൻ്റെ പുറകിലിരിക്കുന്ന കൂട്ടുകാരൻ അവരിങ്ങനെ എന്തോ ചവച്ചോണ്ടിരിക്കുക. അപ്പൊ എക്സാം കഴിഞ്ഞ് ഞാൻ ഇവിടെ അടുത്ത് ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ ചവച്ചോണ്ടിരിക്കുന്നതാണ്? അവൻ പറഞ്ഞ്, ഇത് ഓർബിറ്റ് ആണ്. ഇത് എക്സാം സമയത്ത് നമ്മൾ എന്തെങ്കിലും ചവച്ചോണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് സൂപ്പർ ആയിരിക്കും, നമുക്ക് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്നൊക്കെ. ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവൻ നല്ല അടിപൊളിയായിരിക്കുന്നൊക്കെ. റിസൾട്ട് വന്നപ്പോൾ ഇവനാണ് ഏറ്റവും ലാസ്റ്റ്. അപ്പൊ എൻ്റെ ഒന്നാമത്തെ പോയിന്റ്, എക്സാമിന് മുമ്പോ ഡ്യൂറിങ്ങോ നമ്മൾ ഷുഗർ ഉള്ള ഒന്നും കഴിക്കാൻ പാടില്ല. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഷുഗർ സ്ലോസ് ഡൗൺ യുവർ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഒരുപാട് മിത്സ് ഇതിന് പുറകിൽ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ചോക്ലേറ്റ് കഴിച്ചിട്ട് എക്സാമിന് കയറിയാൽ നല്ലതാണ്, ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് എക്സാം എഴുതിയാൽ നല്ലതാണ്. ഒന്നുമില്ല. നമ്മൾ റീസെന്റ് സ്റ്റഡീസ് പ്രകാരം ഷുഗർ കണ്ടന്റ് നമ്മുടെ ബ്രെയിന് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. ഒരു കാരണവശാലും ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല എക്സാംസിന് മുമ്പ്. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും സ്നാക്കിങ് ചെയ്തേ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ വല്ല നട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പഠിക്കാൻ ഇരിക്കുമ്പോൾ ഉള്ള ഒരു പോയിന്റാണ്. നമ്മുടെ മൈൻഡ് സെറ്റ്. ഇപ്പോൾ ഒരു സാധനം ഞാൻ പഠിക്കാൻ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പഠിക്കാൻ എടുത്തു, ഈ നോട്ട്ബുക്കാണ്, ഒരു ടെക്സ്റ്റ് ഞാൻ പഠിക്കാൻ എടുത്തു, ഒരു ചാപ്റ്റർ എനിക്ക് ഇതിൽ നിന്ന് പഠിക്കണം. അപ്പൊ എന്റെ മൈൻഡിൽ ഇത് ഭയങ്കരമായ വലിയൊരു ചാപ്റ്ററാണ്, എന്നെ കൊണ്ട് ഇത് ഒറ്റയിരിപ്പിനൊന്നും നടക്കൂല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊന്നും എന്റെ തലയിൽ കയറാൻ പോകുന്നില്ല. പക്ഷെ ഞാനിത് ഈസിയാണ്, ഇതെന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സാധനം കവർ ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് നിങ്ങൾക്കും ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോവിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. പാർക്കിൻസൺസ് ലോ. ഓക്കെ, ഇത് പറയുന്നത് ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ, ഒരു കണ്ടന്റ് നിങ്ങൾക്ക് തീർക്കണം ഉണ്ട് എന്ന് വിചാരിക്കുക. അതിന് നിങ്ങൾക്ക് ഇത്രമാത്രം ഒരു ടൈമും അലോട്ടഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ലോ പറയുന്നത് എത്ര ടൈം ഉണ്ടോ ഈ കണ്ടന്റ് അത്രയും ടൈം വലിച്ചെടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ 10 ദിവസത്തെ ടൈം ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് 10 ദിവസത്തെ ടൈം തന്നാൽ 10 ദിവസം കൊണ്ടേ നിങ്ങൾ അത് തീർക്കും. പതുക്കെ 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 ഇരുന്നോ അല്ലെങ്കിൽ അവസാനമോ ഒക്കെ ചെയ്തു തരും. പക്ഷെ ഇതേ അസൈൻമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് വെറും 2 ദിവസത്തെ ടൈമാണ് ഉള്ളതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അത് 2 ദിവസത്തെ ചെയ്തിരിക്കും. എത്ര വലിയ സംഭവം ആയിക്കോട്ടെ, ടൈം ഇവൻ എൻഗൾഫ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പഠിക്കാനിരിക്കുമ്പോൾ ഒരു ടൈമർ വെക്കുക. എന്നിട്ട് ഡിസൈഡ് ചെയ്യുക, ഈ ചാപ്റ്റർ ഞാൻ ഇത്ര ടൈമിനുള്ളിൽ പഠിച്ചു തീർക്കും എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. വളരെ ചെറിയ ടൈം കൊടുക്കരുത്. ഇപ്പോൾ കെമിസ്ട്രിയിലെ P ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ വലിയൊരു ചാപ്റ്ററാണ്, ഇപ്പോൾ 12th അറിയാം.
അപ്പൊ ആ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ 15 മിനിറ്റ് കൊടുത്താൽ ഒരിക്കലും നടക്കൂല. പക്ഷെ അതുപോലെ നിങ്ങൾ 2 ആഴ്ച കൊടുക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ഒട്ടും നടക്കാത്തതായിട്ടും ഉള്ള ടൈം ആവരുത്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ടൈം ആവരുത്. നിങ്ങൾ തന്നെ ചലഞ്ച് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ടൈം ഫ്രെയിം നിങ്ങൾ തന്നെ അലോട്ട് ചെയ്യുക. എന്നിട്ട് ഒരു സാധനം എടുത്ത് തീർക്കുക. ഇനി ചാപ്റ്റർ തീർക്കുന്നതിനെ കുറിച്ച് വരുമ്പോൾ അതിനൊരു ഈസി ടെക്നിക് ഉണ്ട്. അതാണ് നമ്മുടെ പോയിന്റ് 4. ഒരിക്കലും നിങ്ങൾക്ക് സമയമില്ലാത്ത സമയത്ത് ഫുൾ ചാപ്റ്റർ ഒന്നേന്ന് റീഡ് ചെയ്ത് വരാനേ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആ ചാപ്റ്ററിന്റെ ഏറ്റവും ബാക്ക് സൈഡിൽ പോവുക. അവിടെ ഒരു സമ്മറി ടേബിൾ ഉണ്ടാവും. ആ സമ്മറി ടേബിൾ ഒന്ന് വായിക്കുക. അപ്പൊ സമ്മറി ടേബിളിൽ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കൊടുക്കൂ. സമ്മറിയിൽ എന്തുണ്ടോ അത് ആദ്യം വായിക്കുക. അതിനുശേഷം ചാപ്റ്ററിന്റെ ഫ്രണ്ടിൽ പോയിട്ട് എല്ലാ ഹെഡിങ് മാത്രം ഒന്ന് വായിക്കുക. ഈ ഹെഡിങ് വായിച്ച ശേഷം അടുത്തതായിട്ട് വീണ്ടും ചാപ്റ്ററിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഓരോ ഹെഡിങ്ങിനടിയിലുള്ള ഫസ്റ്റ് പാരഗ്രാഫും വായിക്കുക. എന്നിട്ട് ആ ഹെഡിങ്ങിന്റെ താഴെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ സ്കിം ത്രൂ ചെയ്യുക. അതായത് ഹൈലൈറ്റ് ആണ്, ബോൾഡ് ടെക്സ്റ്റിലുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിക്കുക. പിന്നെ എന്തെങ്കിലും ടേബിൾസോ ചാർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എന്താണെന്നുള്ളത് നോക്കുക. അല്ലാതെ ഓരോ വരിയും ലൈൻ ബൈ ലൈൻ വായിച്ചു പോകരുത് നിങ്ങൾക്ക് സമയമില്ലാത്ത സമയത്ത്. ഇതാണ് ഓരോ ചാപ്റ്ററും പെട്ടെന്ന് കവർ ചെയ്യാനുള്ള ഈസി വേ. എന്താണ്? ആദ്യം സമ്മറി വായിക്കുക, രണ്ടാമത് ഹെഡിങ്സും ബോൾഡ് ആയിട്ടൊക്കെ എഴുതിയിരിക്കുന്നത്, ഇറ്റാലിക്സിൽ എഴുതിയിരിക്കുന്നത്, കളർഫുൾ ആയിട്ട് എഴുതിയിരിക്കുന്നത് വായിക്കുക. ചാർട്ട്സോ ടേബിൾസോ ഉണ്ടെങ്കിൽ അത് വായിക്കുക. മൂന്നാമത്തെ ഐറ്ററേഷനിൽ ഫസ്റ്റ് പാരഗ്രാഫ് അണ്ടർ ഈച്ച് ഹെഡിങ്, പിന്നെ അതിനകത്ത് എന്തുണ്ടെന്നുള്ളത് ഇങ്ങനെ സ്കിം ചെയ്ത് പോവുക. അല്ലാതെ ഓരോ ലൈനും വായിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, 5ാമത്തെ പോയിന്റ്, അവോയ്ഡ് അൺനെസസറി ടോപ്പിക്സ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണെങ്കിൽ 80% ഓഫ് ദ സംഭവം യൂസ്ലെസ് ആയിരിക്കും. ബാക്കി 20% ഓഫ് ദ കണ്ടന്റ് നമുക്ക് എക്സാമിന് 80% മാർക്ക് തരും. ഇതൊരു യൂണിവേഴ്സലി കുറെ ആൾക്കാർ പരീക്ഷിച്ചിട്ടുള്ള ഒരു സാധനമാണ് 80-20 റൂൾ എന്ന് പറയും. 80% മാർക്ക് തരുന്നത് 20% സാധനങ്ങളായിരിക്കും. എങ്ങനെ ഈ 20% സാധനങ്ങൾ കണ്ടുപിടിക്കും? നിങ്ങളുടെ ടീച്ചേഴ്സ് ഒരിക്കലും ഷട്ടപ്പ് ചെയ്യാത്ത സാധനങ്ങൾ അവർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സാധനങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ടോപ്പിക്സ് എന്തായാലും പഠിച്ചിരിക്കുക. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ സ്കിം ത്രൂ ചെയ്ത് വെക്കുക. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ഫിൽറ്റർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മാർക്ക് എന്നുള്ള ഒരു സാധനം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ബാച്ചിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ബാച്ചിങ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, ഇപ്പം മാത്തമാറ്റിക്സ് സോൾവ് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ്. അതേ ആക്ടിവിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് ലോജിക്കൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു സെക്ഷനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു എസ്സേ, ഇംഗ്ലീഷിൽ ഒരു എസ്സേ എഴുതാൻ പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു ഉപന്യാസം ഫുൾ എഴുതാൻ പറയാം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. രണ്ട് ഫീൽഡും ഉപയോഗിക്കുന്നത് ബ്രെയിനിന്റെ ഡിഫറെന്റ് വേർഷൻസ് ആണ്. അപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റേ ആക്ടിവിറ്റിയിലേക്ക് പോകാൻ നമുക്ക് കുറച്ച് ട്രാൻസിഷൻ ടൈം വേണം. നമ്മൾ നല്ല ഫ്ലോയിൽ മാത്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ചോദ്യം നമ്മുടെ ഒരു ഇംഗ്ലീഷ് എസ്സേ എഴുതാനാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റെങ്കിലും എടുക്കും ആ ഒരു സ്റ്റേറ്റിലേക്ക് മാറാൻ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരേപോലത്തെ ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ചെയ്ത് അത് ഒരു സമയത്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ഫ്ലോ സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു തീർക്കാൻ പറ്റും. ഇപ്പൊ സയൻസിൽ ഫിസിക്സ് ചെയ്യുന്നതും ഫിസിക്സിലെ പ്രോബ്ലംസ് ചെയ്യുന്നതും മാത്സ് ചെയ്യുന്നതും ഈവൻ ഫിസിക്കൽ കെമിസ്ട്രി ചെയ്യുന്നതും ഒക്കെ ഏകദേശം ഒരേ ലോജിക് പാറ്റേൺസ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരു സമയത്ത് അതേ ഫ്ലോയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റും. അല്ലാതെ ഡിഫറൻറ്റ് സാധനത്തിലേക്ക് ചാടി കളിക്കുമ്പോൾ നിങ്ങളുടെ ട്രാൻസിഷൻ ടൈം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ യൂസ്ലെസ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതാണ് എൻ്റെ എത്രാമത്തെയോ ഒരു പോയിന്റ്, എനിക്ക് തോന്നുന്നു 6ഓ 7ഓ ആണെന്ന് തോന്നുന്നു. പിന്നെ പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ നോക്കുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പോയിന്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ ഫുൾ സ്ക്രിപ്റ്റ് ഒന്നും നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റില്ല. എന്തോ ആയിക്കോട്ടെ. പിന്നെ പറയുന്നത് എന്താണ്, പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ നമുക്ക് സ്കൂൾ എക്സാംസിനൊക്കെ മാർക്ക് വാങ്ങിക്കാൻ നിങ്ങളുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്.
ചില ടീച്ചർമാർക്ക് പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി, സന്തോഷമാവും. ചില ടീച്ചർമാർക്ക് പോയിന്റ് പോരാ, ഒരു പോയിന്റ് എഴുതിയാൽ അതിൻ്റെ അടിയിൽ കുറേ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, പിന്നെന്താ, ഏറ്റവും അടിപൊളി ഒരു ടിപ്പ് ഞാനത് സേവിങ് ദ ബെസ്റ്റ് ഫോർ ലാസ്റ്റ് എന്ന് വെച്ചിട്ട് ലാസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ ഇതുവരെ കണ്ടവർ മാത്രം കണ്ടാൽ മതി, സ്കിപ്പ് അടിച്ച് പോയൊരു പോട്ടെ. യൂസ് ChatGPT. ഇനി ഒരു ടോപ്പിക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചു മനസ്സിലായില്ല, നേരെ എടുത്ത് ChatGPT അങ്ങ് ഇട്ടാൽ മതി. അവൻ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് തരും. ഒരു നല്ല പ്രോംപ്റ്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതെടുത്ത് ChatGPT ഇടുക, എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ ലൈക്ക് ഐ ആം എ 5 year old എന്നോ 10 year old എന്നോ ഇടുക. അവനപ്പോൾ ഒരു കഥയായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഒട്ടും മനസ്സിലാവുന്ന സാധനങ്ങൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ, ഇതാണ് എനിക്ക് പഠിക്കാനുള്ള ടോപ്പിക്, വാട്ട് ആർ ദ കീ തിങ്സ് ദാറ്റ് ഐ ഷുഡ് ലേൺ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ എഴുതുന്ന എക്സാം ഡിപ്പെൻഡൻ്റ് ആയിട്ട് ചോദിക്കാം. നിങ്ങൾ ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഇന്ന ടോപ്പിക് എനിക്ക് പഠിക്കണം, എന്നിട്ട് ടോപ്പിക്കിന്റെ പേര് ChatGPT ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ അണ്ടറിൽ നിങ്ങൾ ചോദിക്കുക, വാട്ട് ആർ ദ കീ തിങ്സ് ദാറ്റ് ആർ പ്രീവിയസ്ലി ആസ്ക്ഡ് ഫോർ ദിസ് എക്സാം, വാട്ട് ഷുഡ് ഐ ലേൺ, വാട്ട് ആർ ദി സോഴ്സസ് ദാറ്റ് ഐ ഷുഡ് ലേൺ ഫ്രം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഹാസിൽ കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ അവിടെ ഇവിടെയും പോയി നോക്കാതെ സിമ്പിളായിട്ട് AI ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് പുതിയ കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഞാനും ഈ പറഞ്ഞ ടെക്നിക്സ് ഇനി യൂസ് ചെയ്യാൻ പോവാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പഠിക്കുന്നതിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ആ ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.